മുൻപ് കേരളയിൽ ഉൾപ്പെടെ കാലിക്കറ്റിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതുപോലെ ഈ നീക്കത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്നും കോൺഗ്രസിനെ അടർത്തി മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ കണ്ണൂര് നോമിനേറ്റ് ചെയ്യപ്പെട്ട 3-4 കോൺഗ്രസ്സുകാരെ പരിശോധിക്കുമ്പോൾ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായികൾ, കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത അനുയായികളായിട്ടുള്ള DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ചാൻസലറുടെ ലിസ്റ്റിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് സെനറ്റിലേക്ക് എത്തുന്ന കാഴ്ച സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കും. മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ അപ്പക്കഷ്ണം എറിഞ്ഞു കൊടുത്തുകൊണ്ട് ചാൻസലർ കോൺഗ്രസിനെ ഓരത്തിരുത്തിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലയുടെ ഭരണസമിതികൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാറിന്റെ ശ്രമത്തിന്റെ നടത്തിപ്പുകാരനായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവം കണ്ണൂർ സർവകലാശാലയിലും കാണാൻ വേണ്ടി കഴിയുകയാണ്. ഇത് തുടർച്ചയായി നടക്കുമ്പോൾ നമുക്കറിയാം, ഇത് കേരളത്തിലെ സംസ്ഥാന സർവകലാശാലകളാണ്. സംസ്ഥാന സർവകലാശാലകളുടെ മുകളിൽ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി കേരള സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമപ്രകാരം ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ, അദ്ദേഹം സർവകലാശാലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകപക്ഷീയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇടപെടലുകളെ ഈ ഘട്ടത്തിലെങ്കിലും ചെറുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എല്ലാ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും തകർക്കുക എന്ന സംഘപരിവാർ പദ്ധതി ഇവിടെ നടപ്പിലാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക.